വടകര കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് കേസിൽ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയെന്ന് ഹൈക്കോടതി. അന്വേഷണം ശരിയായ ദിശയിലെന്നും നിരീക്ഷണം. വ്യാജരേഖ ചമച്ചെന്ന കുറ്റം ചുമത്താനാകുമോ എന്നും ഹൈക്കോടതി ചോദിച്ചു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് വരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. സാലി, ഈ കാഫിർ വിവാദവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐക്കെതിരെ വലിയ തരത്തിലുള്ള തിരിച്ചുവിടാനാണ് ഈ ഡിവൈഎഫ്ഐയെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗം നടത്തുകയുണ്ടായി. ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതല്ല, ഇത് ഷെയർ ചെയ്ത ഡിവൈഎഫ്ഐ ആണ് കുറ്റക്കാരെന്ന തരത്തിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷം അടക്കം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. പോലീസ് നടത്തിയ അന്വേഷണം ശരിയാണെന്ന് ഇപ്പോൾ ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. എന്താണ് മറ്റു കാര്യങ്ങൾ ഹൈക്കോടതി പറഞ്ഞത്? അതായത് പോലീസ് അന്വേഷണത്തിനെതിരെ പോലീസ് ചില ആളുകളെ അറസ്റ്റ് ചെയ്യുന്നില്ല, പോലീസ് ചില വകുപ്പുകൾ ചുമത്തുന്നില്ല എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് ലീഗ് നേതാവ് PK മുഹമ്മദ് ഖാസി സമർപ്പിച്ച ഒരു ഹർജിയാണ് സിംഗിൾ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വന്നത്. അതിൽ കോടതി പ്രാഥമികമായ വാദം കേട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ വാദം കേട്ടാണ്. ഇന്ന് കോടതി അതിനുശേഷം കോടതി നടത്തിയൊരു കമൻ്റാണ് പ്രധാനപ്പെട്ടത്. പോലീസിൻ്റെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ട് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നത് എന്നും കോടതി നിരീക്ഷിച്ചു. ഒപ്പം കോടതി ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട്. ഈ കേസിൽ വ്യാജരേഖ ചമച്ചെന്ന കുറ്റം ചുമത്താൻ കഴിയുമോ, അത് ചുമത്താവുന്നതല്ലേ എന്ന് കോടതി സർക്കാരിനോട് ചോദിച്ചു. അപ്പോൾ ആ കാര്യം പരിശോധിക്കാം, അടുത്ത സിറ്റിങ്ങിൽ കോടതിയിൽ മറുപടി നൽകാം എന്നാണ് കോടതിയിൽ സർക്കാർ മറുപടി വ്യക്തമാക്കിയത്. കോടതി മറ്റൊരു കാര്യം ചോദിച്ചത് ഇതിൽ മതസ്പർദ്ധ 153 ചുമത്താൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ പ്രവർത്തിച്ചു, അതാണ് IPC 153. ആ 153 ചുമത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കേണ്ടതാണ് എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം അടുത്ത സിറ്റിങ്ങിന് സർക്കാർ മറുപടി നൽകാം എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ അന്വേഷണം ആകെ ഇതാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങളും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് ഹർജിയിലും ചൂണ്ടിക്കാട്ടിയിരുന്നത്. പക്ഷേ കോടതി ആ ഹർജിയെല്ലാം പരിഗണിച്ച് വാദം കേട്ട ശേഷം വ്യക്തമാക്കിയിരിക്കുന്നത് പോലീസിൻ്റെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ട് എന്നുള്ളതാണ്. അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് നീങ്ങുന്നത് എന്നും സിംഗിൾ ബെഞ്ച് വിലയിരുത്തിയിട്ടുണ്ട്. ശരി, സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു.